ഹലോ കൂട്ടുകാരെ, ഒരു ലക്ഷദ്വീപ് യാത്ര പോയാലോ? അതിൻ്റെ വിവരണം കേൾക്കാം. ഞങ്ങൾ 3 നൈറ്റ് 4 പകല് ഉള്ള ഒരു ട്രിപ്പ് തന്നെയാണ് പോയത്. അഗതി എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അപ്പോൾ കപ്പലിന് പോയാൽ ഒരു രാത്രി എടുക്കും. പ്ലെയിനാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. 1.5 മണിക്കൂറോളം പ്ലെയിനിലിരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത്. പ്ലെയിനിലിരുന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ്. ഈ കടലിൻ്റെ മേതെയാണ് 1 മണിക്കൂറോളം യാത്ര ചെയ്തത്. ഇത് ഞങ്ങൾ അഗതി എയർപോർട്ടിൽ എത്തി. അഗതിയിൽ മാത്രമേ എയർപോർട്ടുള്ളൂ. വേറെ 36 ദ്വീപുകളോളം ഉണ്ട് ലക്ഷദ്വീപ്. അതിൽ 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. ബാക്കി 16 ദ്വീപുകൾ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി നേരെ ഞങ്ങളുടെ ഹോം സ്റ്റേ ആയിരുന്നു. ഇതിലേക്ക് പോയി ഫ്രഷായിട്ട് തിരിച്ച് ഞങ്ങൾ ബീച്ചുകൾ കാണാൻ വന്നു. അവിടെ തന്നെ 3 ബീച്ചുകളാണ് ഞങ്ങൾ കണ്ടത്. ലഗൂൺ ബീച്ച്, അന്താൻ ബീച്ച്, വെസ്റ്റ് എൻഡ് ബീച്ച്. എല്ലാം നല്ല ബീച്ചുകളാണ്. എല്ലായിടത്തും ഫുഡ് സൗകര്യമുണ്ട്. ചായ കുടിക്കാം, സൺസെറ്റ് കാണാം. അവിടെ തന്നെ ഊഞ്ഞാലാടാനൊക്കെയുള്ള സൗകര്യമുണ്ട്. സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ രാത്രി റൂമിലേക്ക് തിരിച്ചുപോയി. ഒന്നാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഞങ്ങളൊരു ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. അവർ ഞങ്ങൾക്ക് ഫുഡും എല്ലാം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്നിരുന്നു. രണ്ടാമത്തെ ദിവസം സ്കൂബ ഡേയും കയാക്കിങ്ങും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂബ ഡേയിന് പോയില്ല, കയാക്കിങ് ചെയ്തു. ബോട്ടിൽ നമുക്ക് ഒറ്റയ്ക്കും ചെയ്യാം, 2 പേര് കൂടി തുഴയാം. അത് നല്ല രസമുള്ള അനുഭവമായിരുന്നു. ഈ ലക്ഷദ്വീപിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പം മലയാളികളായ നമ്മളെല്ലാം ലക്ഷദ്വീപ് പോയി കാണേണ്ടതാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ ഉൾക്കടലിലേക്ക് പോയി പവിഴപ്പുറ്റൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ കൂടെ കാണുന്ന സീനാണ് ഈ കാണുന്നത്. താഴെ പവിഴപ്പുറ്റും മീനുകളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്, അതൊക്കെ കാണാം. ഇനി ഉൾക്കടലിലേക്ക് പോയി പിന്നെ കൽപ്പറ്റി ഐലൻഡിൽ ചെന്നു. അത് ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞാണ് കൽപ്പറ്റ. ബോട്ടിംഗ് ആയിരുന്നു. കൽപ്പറ്റി ഐലൻഡിൽ ജനവാസമില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ ഇറങ്ങി കാടും വനവും ബീച്ചും ഒക്കെ കാണാം. ഈ ഗ്ലാസ് ബോട്ടിലിരുന്ന് താഴെ കുറേ പവിഴപ്പുറ്റും മീനുകൾ ആമയൊക്കെ ഉണ്ട്, ഒക്കെ കണ്ടു ഞങ്ങൾ. കൽപ്പറ്റി ദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾ അതിൽ കൂടെ ആ വനത്തിൽ കൂടെ നടന്ന് അവിടെയുള്ള 2 ബീച്ചുകളിലൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ടു. ഈ പവിഴപ്പുറ്റുള്ളത് കൊണ്ടാണ് ലക്ഷദ്വീപ് അങ്ങനെ നിലനിന്ന് പോകുന്നത്. പവിഴപ്പുറ്റ് കടലിൻ്റെ അടിയിലെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അവിടുത്തെ കടലിൻ്റെ നിറം, വെള്ളത്തിൻ്റെ നിറം ഉണ്ടോ, ഭയങ്കര പച്ച കളറാണ്, നീല കളറൊക്കെയാണ്. അപ്പോൾ ഇത് കൽപ്പറ്റി ഐലൻഡിലെ വനമാണ്, കാട് പിടിച്ച് കിടക്കുന്ന. അതിലേക്കൂടെ ഞങ്ങൾ നടന്ന് അവിടെയുള്ള 2 ബീച്ചിലൊക്കെ ഇറങ്ങി സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് നടന്ന് ഗ്ലാസ് ബോട്ടിൽ കയറി. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഫ്രഷായി ഡോൾഫിൻ വാച്ചിന് പോയി. അത് കുറച്ചുകൂടെ വലിയൊരു ബോട്ടാണ്, എൻജിൻ ബോട്ട്. അതിൽ 2-3 ജോലിക്കാരും ഉണ്ട്. ഞങ്ങൾ 10-15 പേരും ഉണ്ടായിരുന്നു. ഡോൾഫിൻ വാച്ചിന് ഉൾക്കടലിലേക്ക് പോകണം. ഉൾക്കടലിൽ നോക്കുമ്പം ചുറ്റും എല്ലാം കടൽ തന്നെ, നീലക്കടൽ. അതൊരു രസമുള്ള അനുഭവമായിരുന്നു. ഡോൾഫിനുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ നടക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കണ്ടു.
ഞങ്ങളെപ്പോലെയുള്ള വേറെ 2-3 ബോട്ടുകളിലുള്ള യാത്രക്കാരും ഉണ്ടായിരുന്നു, ടൂറിസ്റ്റുകൾ. അവരും എല്ലാവരും അവിടെ തന്നെ പരിസരത്ത് വട്ടമിട്ട് ഡോൾഫിനുകളെയൊക്കെ കണ്ടു. പിന്നെ അവിടെ ഞാൻ കരയ്ക്ക് മീൻ ഫ്രഷായിട്ട് പിടിച്ച് വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അതും കണ്ട്. അത് അവിടെയൊക്കെ മീൻ ഭയങ്കര വിലക്കുറവാണ്. സ്രാവും ടൂണയ്ക്കൊക്കെ കിലോ 100 രൂപയുള്ളൂ. പച്ചമീനായിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടാഞ്ഞതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല. ഉണക്കമീൻ മേടിച്ച് തൃപ്തിപ്പെട്ടു. ടൂണ മീൻ ഉണങ്ങിയത് കിട്ടുമായിരുന്നു. അത് പ്ലെയിനിൽ കയറ്റി കൊണ്ടുവരാൻ തടസ്സമില്ല. പച്ചമീൻ വെട്ടുന്നത് അത് ഞങ്ങൾക്ക് ഫ്രഷായിട്ട് വറുത്തൊക്കെ കിട്ടി. ടൂണ മീനാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നോർക്ലിങ്ങിന് പോയി. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിൽ, ഉൾക്കടലിലേക്ക് പോകണ്ട, അവിടെ സ്നോർക്ലിങ് ചെയ്തു. അത് നല്ലൊരു അനുഭവമായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് ആ കടലിൽ നീന്താം. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വേറെ ഒരു ബീച്ചിൽ പോയി, വെസ്റ്റ് എൻഡ് ബീച്ചിൽ പോയി. സീ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിലേക്കൂടിയൊക്കെ നടന്നു. അതും നല്ലൊരു അനുഭവമായിരുന്നു. സീ ബ്രിഡ്ജിൽ കയറി കുറച്ചങ്ങ് നടന്ന് തിരിച്ചു പോരാം. അവിടെ തന്നെയാണ് മീൻ ഉണങ്ങുന്ന സ്ഥലം കണ്ട്. ടൂണ മീനൊക്കെ ഉണങ്ങുന്ന അതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടു. വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് പന്തലിലിട്ട് ഉണക്കിയെടുക്കും. ഒരു 8 ദിവസമൊക്കെ ഉണങ്ങേണ്ടി വരും, എന്നാലാണ് മീൻ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ നേരിട്ട് അവിടുന്ന് തന്നെ മേടിച്ച് പാക്ക് ചെയ്ത് കൊച്ചിക്ക് കൊണ്ടുവന്നു. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടി. ഇത് എല്ലായിടത്തോട്ടും കയറ്റുമതിയൊക്കെ ചെയ്യുന്നുണ്ട്, ഉണക്കമീനായിട്ടും അച്ചാറിട്ടും ഒക്കെ. അതൊക്കെയാണ് അവരുടെ ജീവിതമാർഗം. ഞങ്ങൾ ബീച്ചിലിരുന്ന് ചായയൊക്കെ കുടിച്ച് പിറ്റേ ദിവസം സൺഡേ രാവിലെ ഞങ്ങളുടെ ഹോം സ്റ്റേക്കാർ ഞങ്ങൾക്ക് കീലാഞ്ഞി ഫുഡ് ഉണ്ടാക്കി തന്നു. അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കീലാഞ്ഞി. ഇനി അതും തേങ്ങാപ്പാലിട്ട. പിന്നെ ഞങ്ങൾ വീട്ടുകാരുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.